വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. യെസ്, നമ്മള് ബേസിക് സയൻസിൽ നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് തന്നെ എന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ ലൈവിലായിട്ടാണെങ്കിലും അല്ലാത്ത വീഡിയോസിലാണെങ്കിലും ഒക്കെ മക്കൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മുതൽ പുതുതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് അല്ലെ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം നമ്മളിപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ചാപ്റ്ററിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് കുഞ്ഞു 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 കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നിടുക എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് മക്കളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എന്തായാലും നമുക്ക് വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാം ആണ് അല്ലെ, നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് തന്നെ ചോദിക്കുള്ളൂ, കൂടുതലൊന്നും നമുക്ക് പ്രശ്നമല്ല, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ അതിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം തന്നെ മിസ് പറഞ്ഞു തരുവാണ് നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെ പറ്റി, അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ പറ്റിയാണ്. നമ്മൾ അറിയാം അല്ലെ, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിക്ക് പുറത്ത് പോയിട്ട് നമ്മളൊരു ക്യാമറയൊക്കെ കൊണ്ട് ഭൂമിയുടെ ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു ചിത്രം എടുക്കുകയാണെന്ന് വിചാരിക്കുക. പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ അതിലൂടെ നമുക്ക് കിട്ടില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു യുഗമാണ് ശരിക്കും നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോവാണ്, നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഇന്ന് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിന്റെ ഹെൽപ്പാണ് നമ്മൾ അവിടെ സ്വീകരിക്കാറുള്ളത്? യെസ്, നമ്മൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അതിനകത്ത് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യും അല്ലെ. മാപ്പ് നോക്കി ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്കറിയാത്ത സ്ഥലങ്ങളിലേക്ക്, ഇതാ നോക്കിയേ നിങ്ങൾ, ഇതേപോലെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടാവും, ഇതേപോലെ നമ്മൾ തന്നെ നടന്നു പോയിട്ടുണ്ടാവും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ ചേച്ചിമാരെ കൂടെയോ ചേട്ടന്മാരെ കൂടെയോ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ നാടും നമ്മുടെ വീടും നമുക്കറിയാത്ത നാടും അല്ലെ, നമ്മുടെ സ്കൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള പല 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 കടകളായിക്കോട്ടെ അല്ലെ, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോണിലൂടെയൊക്കെ കാണാൻ പറ്റുന്നത്? അവിടെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അഥവാ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രാധാന്യം വരുന്നത്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാര് എന്ത് ചെയ്യുന്നുണ്ട് എന്നറിയോ, ചില മെക്കാനിക്കൽ ഡിവൈസ്, അതായത് ചില യന്ത്രങ്ങൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില യന്ത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ബഹിരാകാശത്തേക്ക്, അതായത് നമ്മളെ സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്. സ്പേസ് എന്താണ്, ബഹിരാകാശം എന്താണ് എന്നൊക്കെ മക്കള് മുൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ബഹിരാകാശത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ഈ യന്ത്രങ്ങളില്, ഈ പറഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ ഡിവൈസില് നമ്മൾ ക്യാമറയും അതുപോലെയുള്ള മറ്റു ഉപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ക്യാമറയും മറ്റു ഉപകരണങ്ങളും എല്ലാം ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങൾ, മെക്കാനിക്കൽ ഡിവൈസ് മനുഷ്യന്മാർ എന്ത് ചെയ്യാണ്, ബഹിരാകാശത്തേക്ക് അല്ലെ, അതായത് നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് കടന്നു, നമ്മള് ബഹിരാകാശത്തേക്ക്, സ്പേസിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ്, അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് പല 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 കാര്യങ്ങളും നമ്മൾ നടത്തുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള യന്ത്രങ്ങളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അഥവാ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് എന്താണിത്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും അല്ല അല്ലെ. നമ്മള് ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യാണ്, നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, നമ്മളെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് നൽകാനായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള യന്ത്രങ്ങൾ, മെക്കാനിക്കൽ ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പേസിലേക്ക് ഡിവൈസ്, നമ്മുടെ ബഹിരാകാശത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ക്യാമറയും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും പിന്നിൽ ഓരോ അജണ്ടകളുണ്ട് അല്ലെ. അപ്പൊ ക്യാമറകളൊക്കെ പിടിപ്പിച്ചു വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്, യന്ത്രങ്ങൾ
ചിത്രങ്ങളാണ് നമ്മൾ അയക്കുന്നത്. അപ്പൊ ഇതിനെയാണ്, ഈ യന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇന്ന് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന, നമ്മൾ ലൊക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന നമ്മുടെ GPS ഉണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നറിയപ്പെടുന്ന നമ്മുടെ GPS. ഈ GPS എന്ന് പറയുന്നതൊക്കെ എന്താണ്? യെസ്, നമ്മുടെ കൃത്രിമോപഗ്രഹങ്ങളിലൂടെ, നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഒരു സേവനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇതുവഴി നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു യന്ത്രങ്ങളിലുള്ള ക്യാമറ വഴി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ എന്താണ് വീടായിക്കോട്ടെ, നമ്മളുടെ നാടായിക്കോട്ടെ, നമ്മുടെ സ്കൂൾ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ, ഇതിന്റെയൊക്കെ പൊസിഷൻ നമ്മുടെ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ കൃത്രിമോപഗ്രഹങ്ങൾ, നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഒരുപാട് സേവനങ്ങൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? ഒന്നാമത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള നമ്മുടെ നാവിഗേഷൻ, അതായത് എന്താണ് ഗതി നിർണയം എന്ന് പറയുന്നത്. നമ്മുടെ ലൊക്കേഷനും GPS സംവിധാനങ്ങളും ഒക്കെ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനം, അതുപോലെ നമ്മളുടെ എന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആശയവിനിമയം നടക്കുന്നത്. സയന്റിഫിക് എക്സ്പെഡിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്ര പര്യവേഷണങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ കൃത്രിമോപഗ്രഹങ്ങളെ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ ഒക്കെ വിട്ടുകൊണ്ട് ഇപ്പോഴും നമ്മൾ ശാസ്ത്രരംഗത്ത്, സയൻസിൽ ഒരുപാട് ഗവേഷണങ്ങൾ, റിസർച്ചുകൾ, പഠനങ്ങൾ അല്ലെ ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്, അതായത് നമ്മളുടെ ഭൂമിയിലുള്ള പല വിഭവങ്ങളെയും കണ്ടുപിടിക്കുന്നതിനും അല്ലെ അത് ലൊക്കേറ്റ് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ മേഖലയാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധ മേഖല, ഡിഫൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെയും നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ, കൃത്രിമോപഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരുപാട് ഇന്ത്യയുടേതായിട്ടുള്ള, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള കുറെ കൃത്രിമോപഗ്രഹങ്ങൾ, കുറെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ അല്ലെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് അല്ലെ, ആ രാജ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൃത്രിമോപഗ്രഹത്തിനെ മെയിൻ ആയിട്ടും ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, അതിന്റെ സേവനം ഏത് മേഖലയിലാണ് കിടക്കുന്നത് എന്നുള്ളതും നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ ഇൻസാറ്റ് എന്ന് പറയുന്നതാണ്. ഇൻസാറ്റ് എന്ന് പറയുന്നത് അതിന്റെ മേഖല, അല്ലെങ്കിൽ അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? യെസ്, അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വാർത്താവിനിമയം, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. യെസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് എഡ്യൂസാറ്റ് ആണ്. എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് യെസ്, എഡ്യൂസാറ്റ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസമാണ്. അപ്പൊ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഓരോ ചാനലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, കൊറോണ സമയത്തൊക്കെ നമ്മുടെ വിക്ടേഴ്സിലൊക്കെ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്താണ്? എഡ്യൂസാറ്റ് എന്ന് പറയുന്ന ആ ഒരു കൃത്രിമോപഗ്രഹം, ആ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നതിന്റെ പർപ്പസ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസമാണ്. യെസ്, അതുപോലെ നമ്മളുടെ എന്താണ് IRNSS എന്ന് പറയുന്നത് നാവിഗേഷൻ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഗതി നിർണയമാണ്. നെക്സ്റ്റ് എന്താണ്? കാർട്ടോസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി എന്താണ്? ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, നമ്മുടെ ഭൂമിയിലുള്ള എന്താണ് നമ്മൾ ജിയോഗ്രഫി എന്ന് പറയുന്ന സമയത്ത് യെസ്, നമ്മുടെ ഭൗമ നിരീക്ഷണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മെയിൻ പർപ്പസ് ആയിട്ട് വരുന്നത്. അടുത്തത് ആസ്ട്രോസാറ്റ് ആണ്. അപ്പൊ ആസ്ട്രോളജി ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ, ആസ്ട്രോണമി ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും. അതായത് നമ്മുടെ ജ്യോതിശാസ്ത്ര പഠനമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മുടെ മെയിൻ പർപ്പസ് ആയിട്ട് അവിടെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് GSAT-7 എമിസാറ്റും ഉണ്ട്. ഇത് രണ്ടും എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, പ്രതിരോധ മേഖലയിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഡിഫൻസ് ആണ് ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിന് എന്താണ്? മറ്റ് മേഖലയിലൊക്കെ ചിലപ്പോൾ ഇതിന്റെ സേവനം നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷെ പ്രധാനമായിട്ടും ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു കൃത്രിമോപഗ്രഹം ബഹിരാകാശത്തേക്ക് അയച്ചതിന് പിന്നിൽ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഉപയോഗം അല്ലെങ്കിൽ പർപ്പസ് ആണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് എന്താണത്? നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? മെക്കാനിക്കൽ ഡിവൈസസ് ആണ്, യന്ത്രങ്ങളാണ്, മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുകയാണ്, സ്പേസിലേക്ക് അയക്കുകയാണ്. അവിടെ ക്യാമറയും മറ്റു ഉപകരണങ്ങളും സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? യെസ്, നമ്മുടെ പഠനത്തിലേക്ക്, അതുപോലെ നമ്മളുടെ എന്താണ് ജീവിതം കുറച്ചും കൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ട്, മൊത്തത്തിലാണ് മിസ് പറയുന്നത് കേട്ടോ, ഒരാളുടെ കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സേവനം അല്ലെ,
നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, കൃത്രിമ ഉപഗ്രഹങ്ങളും അതിന്റെ പർപ്പസ്, അതിന്റെ ഉപയോഗമാണ് ഈ ടേബിളിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്തു വയ്ക്കാം. നമുക്കറിയാം നമ്മുടെ ബാച്ചിന്റെ കാര്യം മിസ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. യെസ്, നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്കായിട്ടുള്ള പൃഥ്വി ബാച്ച് അല്ലെ, പൃഥ്വി 2.0 അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം യൂട്യൂബിലെ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെ ഓൺലൈൻ ക്ലാസ് കിട്ടുകയാണ് അവിടെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു സോ മച്ച്.